ആ അവിടെ 61 വർഷമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ആ ബാങ്കിൻ്റെ ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന അഴിമതി നിലപാടിനെതിരായി വലിയ തോതിലുള്ള അമർഷം ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന പ്രശാന്തല്ലേ, നേരത്തെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഉൾപ്പെടെ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായ സമീപനം സ്വീകരിച്ചു. അങ്ങനെയാണ് വിമത വിഭാഗം എന്ന നിലയിൽ ഒരു വിഭാഗത്തെ കോൺഗ്രസ് ചിത്രീകരിച്ചത്. അങ്ങനെ അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ച് വന്ന വിഭാഗങ്ങളുമായി അവിടെ CPM സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ അവരായിരുന്നുള്ളത്, അവരെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാനൽ പരാജയപ്പെട്ടു. വിമതരാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളവർ ഉൾപ്പെടെ ചേർന്നിട്ടുള്ള പാനൽ വലിയ വോട്ടിന് വിജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇന്നലെ UDFൻ്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ തുടർന്നാണ് അവിടെ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്ന അതിനുശേഷം അവിടെ സമാധാനപരമായി പോളിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അവസാനം പോളിംഗ് നടന്നു. സംഘർഷഭരിതമായിരുന്നു അവിടെ അന്തരീക്ഷം. പോളിംഗ് നടന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിച്ചിട്ടുള്ള വിഭാഗം വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള നിലപാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ KPCC പ്രസിഡന്റ് പരസ്യമായ ഒരു ആഹ്വാനം നൽകി. അദ്ദേഹം പറഞ്ഞത്, ഈ ബാങ്കിന് തെരഞ്ഞെടുപ്പിൽ എതിരായി നിൽക്കുന്ന ആരെങ്കിലും അവരുടെ ജീവൻ വേണമോ എന്നുള്ളത് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആക്രമണത്തിന് കോൺഗ്രസ്സുകാരോട് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന നിലപാട് KPCC പ്രസിഡന്റ് സ്വീകരിക്കേണ്ടായി. KPCC പ്രസിഡന്റ് സ്വീകരിച്ച ഈ നിലപാടിനെതിരായിട്ടുള്ള വിധിയാണ് ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇത്തരം ഒരു നീക്കത്തിനെതിരായി, നിഷേധാത്മകമായ നിലപാടിനെതിരായി, അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാടിനെതിരായി ഉറച്ച നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.